അധികം വൈകാതെ തന്നെ വേദങ്ങളുടെ നാടായ ഇന്ത്യയിൽ ഇരുവരും സഞ്ചാരികളായി എത്തി. വസന്ത് റാവു പരാംചബേയുടെ ശിഷ്യത്വം സ്വീകരിച്ചതോടെ ദേശാടനത്തിന്റെ പരിസമാപ്തിയായി. മഹാരാഷ്ട്രയിലെ പറോളയിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം വേദിക് അഗ്രികൾച്ചർ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള കേന്ദ്രം ആരംഭിച്ചു. ഇവിടെയുള്ള 50 ഏക്കറിൽ അഗ്നിഹോത്രയുടെ ശക്തി തെളിയിക്കാൻ ഒരു പ്രദർശനത്തോട്ടവും ഒരുക്കി. അഗ്നിഹോത്ര ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമല്ലെന്ന മുഖവരയോടെ ബ്രൂസ് തന്റെ ജീവിത ആവേശമായി മാറിയ ഈ സംരംഭത്തിന്റെ അടിസ്ഥാന തത്വം വിശദീകരിച്ചു. യജ്ഞത്തിന്റെ ശാസ്ത്രം എന്നത് ബയോ എനർജിയുടെ ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി പ്രകൃതിയിൽ സന്തുലനവും സൗഖ്യവും കൊണ്ടുവരാമെന്ന് വേദങ്ങളിൽ പറയുന്നു. അത്തരത്തിൽ സന്തുലനം ഉണ്ടാകുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ ഗുണം ലഭിക്കുന്നു. ആരോഗ്യം, വൈദ്യശാസ്ത്രം, മാനസികാരോഗ്യം, പരിസര മലിനീകരണം, കൃഷി തുടങ്ങി വിവിധ മേഖലകളിലാണ് ഇതിന്റെ ഫലം പ്രവർത്തിക്കുന്നത്. അഥർവവേദത്തിലും വൃക്ഷായുർവേദത്തിലും പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ക്രോഡീകരിച്ച് വീണ്ടെടുത്തിരിക്കുന്നത്. ലോകം ഇന്ന് ഒരു ഭക്ഷ്യപ്രതിസന്ധിയുടെ വക്കിലാണെന്ന് ബ്രൂസ് ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഏക്കറിൽ നിന്നും നാം ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. രാസവളങ്ങളുടെ അമിത പ്രയോഗം മൂലം പോഷണവും സൂക്ഷ്മജീവികളും നശിച്ച് മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത നശിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മണ്ണ് മരിച്ചിരിക്കുന്നു. പ്രകൃതിയിൽ മനുഷ്യൻ സൃഷ്ടിച്ച ഈ അസന്തുലനം തിരുത്തുക എന്നതാണ് പ്രകൃതിയുടെ സന്തുലനം എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത്. കൃഷിയിൽ പ്രത്യേകിച്ചും ഈ അസന്തുലനം അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞതായി ബ്രൂസ് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അജ്ഞത കൊണ്ട് മനുഷ്യൻ നിരവധി തെറ്റുകൾ വരുത്തി. കൃഷിയിലാണ് ഇത് ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കിയത്. രാസകൃഷി സംവിധാനമാണ് ഈ സ്ഥിതിക്ക് കാരണം. രാസവസ്തുക്കളുടെയും ജലത്തിന്റെയും അമിതമായ ഉപയോഗവും സങ്കരവിത്തിനങ്ങളും കൃഷിയെ നാശത്തിലേക്ക് നയിച്ചു. ഇപ്പോഴുള്ളത് നല്ല സംവിധാനമല്ല എന്ന് ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് പഴയ രീതികളിലേക്ക് മടങ്ങിക്കൂടാ? നമുക്ക് 4000 വർഷത്തെ കൃഷി ചരിത്രമുണ്ട്. ഞാൻ കരുതുന്നത് ഇന്ത്യയിൽ കൃഷി തുടങ്ങിയിട്ട് 10,000-ഓ 12,000-ഓ വർഷമായിട്ടുണ്ടാകും എന്നാണ്. അതൊരു ചെറിയ കാലയളവല്ല. അന്നൊന്നും രാസവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നില്ലല്ലോ. ഒരു കൃഷിയിടത്തിൽ ശരിയായി അഗ്നിഹോത്രം അനുഷ്ഠിക്കണമെങ്കിൽ കൃഷിയിടത്തിന്റെ പല ഭാഗത്തായി 10 അർദ്ധ പിരമിഡുകൾ സ്ഥാപിക്കണമെന്നാണ് വേദിക് അഗ്രികൾച്ചർ അനുശാസിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 2 കൃഷിയിടത്തിന് നടുവിൽ നിർമ്മിച്ച കുടിലിലാണ് സ്ഥാപിക്കുന്നത്. ഒരെണ്ണം കുടിലിനകത്ത് കുഴിച്ചിടുകയും രണ്ടാമത്തേത് ഹോമത്തിനായി തറയിൽ ഉയർത്തിവെക്കുകയും ചെയ്യുന്നു. ബാക്കി പിരമിഡുകൾ കൃഷിസ്ഥലത്തിന്റെ 4 അതിരുകളിൽ പണിത തൂണുകളിലും പ്രതിഷ്ഠിക്കുന്നു. പരസ്പരം ശബ്ദതരംഗങ്ങളാൽ പ്രതിധ്വനിക്കുന്ന വിധത്തിലാണത്രേ ഈ പിരമിഡുകളുടെ സ്ഥാനം. ഇതിൽ 2 പിരമിഡുകളിൽ മാത്രമാണ് ഹോമം അനുഷ്ഠിക്കുന്നത്. ഹോമത്തിന് പ്രധാനമായും വേണ്ടത് ചെമ്പു പിരമിഡ് തന്നെയാണ്. ഇതിലെരിക്കാനുള്ള ചാണകവരളികളും ഒരുക്കിവെക്കണം. ഒരു ചെറിയ പാത്രത്തിൽ സൂക്ഷിക്കുന്ന ശുദ്ധമായ പശുവിൻ നെയ്യാണ് ഹോമത്തിന്റെ ഹവിസ്. ഇത് തീയിലൊഴിക്കാൻ ചെറിയ ചെമ്പുകോൽ ഉപയോഗിക്കുന്നു. തീ ഇളക്കി കൊടുക്കാൻ ചെമ്പിന്റെ ചവണയും ഹോമസാമഗ്രികളുടെ കൂട്ടത്തിലുണ്ടാകും. പൊട്ടലില്ലാത്ത അരിമണികളാണ് മറ്റൊരു പ്രധാന ഹോമവസ്തു. തവിട് കളയാത്ത അരിയാണിത്. പക്ഷികളുടെ പ്രഭാതപേരി കേട്ടാണ് ഈ ഹരിത സങ്കേതം ഉറക്കമുണരുന്നത്. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുൻപ് ബ്രൂസ് അഗ്നിഹോത്രത്തിനായി പ്രത്യേകമൊരുക്കിയ കുടിലിലെത്തും. സൂര്യോദയത്തിന്റെയും അസ്തമയത്തിന്റെയും കൃത്യസമയം കണക്കാക്കി വേണം ഹോമം നടത്താൻ. ഇതിനുവേണ്ടി മാത്രം
ജർമ്മനിയിൽ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സമയം കണക്കാക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും ആത്മീയതയും തമ്മിലുള്ള കൗതുകമുള്ള ഈ കൂടിച്ചേരൽ ഒഴിവാക്കിയാൽ ഇനിയുള്ള കർമ്മങ്ങളെല്ലാം വേദകാലത്തേതാണ്. ചെമ്പിൽ നിർമ്മിച്ച ഒരു ചെറിയ അർദ്ധ പിരമിഡാണ് അഗ്നിഹോത്രം നടത്താൻ ആവശ്യമായ ഉപകരണം. ഇത് മലർത്തിവെച്ച് ഇതിൽ ഉണങ്ങിയ ചാണകവരളി നിറയ്ക്കുന്നു. സൂര്യോദയത്തിനു മുൻപ് തന്നെ ഇതിൽ നെയ്യ് പകർന്ന് അഗ്നി ജ്വലിപ്പിക്കണം. ഉദയമുഹൂർത്തത്തിലാവണം തീനാളങ്ങൾ ഏറ്റവും തെളിഞ്ഞു കത്തേണ്ടത്. കൃത്യം സൂര്യോദയ സമയത്ത് ഒരു ചെറിയ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് അല്പം നെയ്യും അരിമണികളും ഈ അഗ്നിയിൽ അർപ്പിക്കും. सर्वे ते वलयम्यन्ति मिथ्याकलहकारिणः नास्तिका वेदनिन्दकाः आखण्डा वेददूषकाः इति सर्वे विनश्यन्ति मिथ्याचारवर्तकाः यज्ञदानतपाकर्म स्वाध्याय निरतो भवेत् ईशा सत्यधर्मसनातनः ईश आदेशः ईश उपदेशः तदनुशासनम् एवमनुशासितव्यम् एवमुपासितव्यम् यत् धर्मम् चराम् दानधर्मम् चराम् तपोधर्मम् चराम् कर्मधर्मम्. മന്ത്രോച്ചാരണത്തോടെ അഗ്നിഹോത്രം പൂർത്തിയായി. ഇനി തീ അണയും വരെ കണ്ണടച്ച് ധ്യാനാവസ്ഥയിൽ തുടരാം. വൈകുന്നേരം അസ്തമന മുഹൂർത്തത്തിലും ഇതേ ചടങ്ങ് ആവർത്തിക്കുന്നു. തപോവനത്തിലെ മറ്റൊരു കുടിലിൽ ഓം ത്രയംബകം എന്ന ഹോമം ഇടതടവില്ലാതെ ദിവസത്തിൽ 24 മണിക്കൂറും തുടരുന്നു. അഗ്നിഹോത്രത്തിന് ശക്തി പകരാനാണത്രേ ഈ ഹോമം. ആശ്രമവാസികളും നാട്ടുകാരും ഊഴമിട്ടാണ് ഈ ഹോമം മുടങ്ങാതെ തുടരുന്നത്. ഹോമത്തിനാവശ്യമായ ചാണകവരളി തയ്യാറാക്കുന്നത് സന്നദ്ധ പ്രവർത്തകരായെത്തുന്ന ഗ്രാമീണരാണ്. ഇന്ത്യയുടെ പുരാതന കൃഷി സമ്പ്രദായങ്ങളിൽ വളമെന്ന നിലയ്ക്ക് ചാണകം ഉൽപാദനത്തിന്റെ ജീവശക്തി തന്നെയായിരുന്നു. ആ പ്രാധാന്യം തന്നെയാവാം കാർഷിക സംസ്കാരത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ മാലിന്യത്തിൽ നിന്ന് പവിത്രമായ ആരാധനാ വസ്തുവായി ചാണകത്തെ രൂപാന്തരപ്പെടുത്തുന്നത്.